ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ലൊരു നാടൻ പലഹാരമാണ്. എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. നമ്മൾ തയ്യാറാക്കുന്നത് നല്ല നാടൻ അരിയുണ്ടയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരിയുണ്ടയാണ് നമ്മൾ റെഡിയാക്കി എടുത്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് മെയിനായിട്ട് വേണ്ടത് അരിയാണ് കേട്ടോ. നമ്മൾ ചോറ് വെക്കുന്ന ഏത് അരി എടുത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് മട്ട അരിയാണ്. ഒരു ബൗൾ നിറയെ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു വലിയ ബൗളിലാണ് എടുത്തേക്കുന്നത് കേട്ടോ. നമ്മൾ എത്രത്തോളം ഉണ്ടാക്കുന്നോ അതിനനുസരിച്ച് അരിയുടെ അളവ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. ഇനി ഇത് നമുക്ക് 3-4 പ്രാവശ്യം, അതായത് ഈ വെള്ളം ഒന്ന് തെളിഞ്ഞു വരുന്നത് വരെ നമുക്ക് ഈ അരി ഒന്ന് കഴുകി എടുത്തിട്ട് വരാം. അപ്പോൾ അതാ നമ്മൾ അരിയൊക്കെ ഇവിടെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം ഒന്ന് തോരാനായിട്ട് ഞാനിതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കണം കേട്ടോ. ഇതിലെ വെള്ളമൊക്കെ ഒന്ന് പോയിട്ട് ഈ അരി ഒന്ന് ഡ്രൈ ആയിട്ട് വരണം. അത്രയും നേരം നമുക്കൊന്ന് മാറ്റി വെക്കാം. ആ നേരം കൊണ്ട് തന്നെ നമുക്ക് ഇതിനുള്ള ശർക്കരപ്പാനി റെഡിയാക്കാം. ഒരു പാത്രത്തിലേക്ക് ഞാൻ 200 ഗ്രാം ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ച് നമുക്കൊന്ന് അലിയിച്ചെടുക്കണം. ശർക്കര ഒന്ന് തിളച്ചു വരുന്നാൽ മാത്രം മതി. ഇത് ഉരുന്നൂൽപ്പരുവൊന്നും ആവേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലെ അഴുക്കൊക്കെ കാണും. അപ്പോൾ നമുക്കൊന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇത് തിളപ്പിച്ചെടുക്കുന്നത്. ശർക്കര പൊടി, നല്ല ശർക്കര പൊടിയായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇതാണ് നമ്മുടെ ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലെ ചെറിയ ചെറിയ തരികളൊക്കെ കിടപ്പുണ്ട്. അത് ഇതിൻ്റെ ചൂട് കൊണ്ട് തന്നെത്താനെ അങ്ങ് അലിഞ്ഞു വന്നോളും. അപ്പോൾ അതാണ് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരിച്ചെടുത്തിട്ട് ഒന്ന് മാറ്റി വെക്കാം. ആ ഒരു നേരം കൊണ്ട് തന്നെ ഇതാ കണ്ടില്ലേ, നമ്മൾ എടുത്തു വെച്ച അരിയൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലെ വെള്ളമയമൊക്കെ ഒന്ന് പോയി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വറുത്തെടുക്കണം. ചുവട് കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയാണ് ഞാൻ വെച്ച് കൊടുത്തേക്കുന്നത്. ചീനച്ചട്ടി നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം. ആദ്യം നമുക്ക് ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. പിന്നീട് ഈ അരിയുടെ വെള്ളമൊക്കെ വറ്റിയിട്ട് അരി ഒന്ന് പൊട്ടി വരുന്ന ആ ഒരു സമയമാവുമല്ലോ, ആ ഒരു സമയം നമ്മൾ ഇതിൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. പിന്നീട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല. അരി ഒന്ന് പൊട്ടി വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയായിട്ട് വരും കേട്ടോ. കൈ വിടാതെ തന്നെ നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ എല്ലാ അരിയും നല്ലതുപോലെ ഇത് നന്നായിട്ട് വറുത്ത് വരുത്തുള്ളൂ കേട്ടോ. ഇപ്പോൾ ദാണ്ടെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ട് നമ്മുടെ ആ അരിയൊക്കെ ഒന്ന് ചുരുങ്ങി ഒന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് പെട്ടെന്ന് തന്നെ ആയിക്കൊള്ളും. നമ്മൾ ചോറ് വെക്കുന്ന ഏത് അരിയായാലും നമുക്ക് എടുക്കാവുന്നതാണ്. ചുവന്ന അരിയായാലും വെളുത്ത അരിയായാലും നമുക്കിത് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ദാണ്ട് ഈ ഒരു രീതിയിലായിട്ടുണ്ട്. പക്ഷേ എല്ലാം ആയിട്ടില്ല. കുറച്ച് നേരം കൂടി നമുക്കൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഒരു 6 മിനിറ്റ് ആയപ്പോൾ തന്നെ അരിയൊക്കെ ദാണ്ട് എല്ലാം ഒന്ന് പൊട്ടി വന്നതാണ്ട് ഈ ഒരു രീതിയിലായിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു കളറ് ഈ ഒരു രീതിയിലാവുമ്പോൾ തന്നെ നമ്മളിത് ഓഫ് ചെയ്യണം. ഇനിയും നമ്മൾ ഇട്ട് കൊടുക്കരുത് കേട്ടോ. കാരണം ഇനി നമ്മൾ കുറച്ച് നേരം കൂടി ഇളക്കി ചേർത്ത് കൊടുത്താൽ ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് റെഡി ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റണം. ഈ ഒരു ചൂട് പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചൂട് കൊണ്ട് തന്നെ ഇത് വീണ്ടും കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതാ ഞാൻ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റിലേക്ക് മാറ്റിയ നമ്മുടെ അരിയൊക്കെ ഒന്ന് ചൂടൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുറേശ്ശെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. കുറേശ്ശെ ഇട്ട് കൊടുത്ത് പൊടിച്ചെടുക്കാമെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു വരികയും ഒരേ രീതിയിൽ പൊടിഞ്ഞു കിട്ടുകയും ചെയ്യും കേട്ടോ. നല്ലതുപോലെ പൊടിച്ചെടുക്കണം, തരികളൊന്നും ഇല്ലാതെ. പക്ഷേ ഇത് ഇടഞ്ഞൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇത് പൊടിഞ്ഞു വന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അതാണ്ട് ഒരു 4 പ്രാവശ്യമായിട്ടാണ് ഞാനിത് പൊടിച്ചെടുത്തേക്കുന്നത്. നല്ല നൈസായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് അരമുറി തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. നെയ്യ് ഞാൻ വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നെയ്യ് ഒരുപാട് ചേർത്ത് കൊടുത്താൽ ആ ഒരു നെയ്യുടെ ആ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുക അരിയുണ്ടയ്ക്ക് കേട്ടോ. ഇനി ഈ തേങ്ങ ഇതേപോലെ തന്നെ നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം. ഈ തേങ്ങയിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ട് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരണം. ഒരുപാട് നേരം നമ്മൾ ഇളക്കി ചേർക്കേണ്ട ആവശ്യമില്ല. 1-2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്താൽ മാത്രം മതി. ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരണം, അത്രേ വേണ്ടു. അപ്പോൾ അതാണ് ഞാൻ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നപ്പം ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ചെറിയ ജീരകം ചൂടാക്കിയിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. എന്നിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്ത ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഏലക്കാപ്പൊടിയാണ്. അതും ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഇതിലേക്ക് 2 പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ചുക്കുപൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ചുക്കുപൊടിയും കൂടെ കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് കുറച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം. ചെറുതായിട്ടൊന്ന് ഒരു കുറുകി വരുന്ന ആ ഒരു സമയത്ത് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വെക്കണം. ഒരുപാടങ്ങ് തണുക്കേണ്ട ആവശ്യമില്ല, ഒരു ചെറിയ ചൂടായിട്ട് വരണം കേട്ടോ. ആ ഒരു ചെറിയ ചൂടിൽ തന്നെ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന അരിപ്പൊടി കുറേശ്ശെയായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നിച്ചിട്ട് കൊടുക്കരുത്, കാരണം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടിയും ഈ ശർക്കരപ്പാനിയുടെ അളവും കൂടി തെറ്റിപ്പോകരുത്. അതിനനുസരിച്ച് വേണം കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമ്മൾ ഇളക്കി ചേർത്ത് വേണം ചെയ്തെടുക്കാനായിട്ട്. ശർക്കരപ്പാനിയുടെ അളവ് കുറവും അതുപോലെ തന്നെ നമ്മൾ ഈ വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്ന അരിപ്പൊടി കൂടുതലും ആയിക്കഴിഞ്ഞാൽ നമുക്കിത് ബോൾസാക്കി എടുക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കണം. കുറച്ച് ലൂസായിട്ട് തന്നെ ഇരുന്നോട്ടെ. അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ ഇത് കുതിർന്ന് വരും. അപ്പം കറക്റ്റ് പരുവായിട്ട് തന്നെ കിട്ടും. ആദ്യം നമുക്ക് കുറച്ച് ലൂസായിട്ട് തന്നെ എടുക്കാവുന്നതാണ്. അപ്പോൾ അതാണ് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ബാക്കി കുറച്ച് പൊടിയും കൂടി ഉണ്ടായിരുന്നു, അതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ പൊടിയും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് നമ്മുടെ ഒരു മിക്സ് ഇരിക്കേണ്ടത് കേട്ടോ. ഒരുപാടങ്ങ് ടൈറ്റായി പോകരുത്. ഇനി ഈ സമയം നമുക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ വെളുത്ത എള്ള് ചേർത്ത് കൊടുക്കുമ്പോഴേ നമ്മളിത് ബോൾസാക്കി വെക്കുമ്പോഴേ കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. ഇതേ രീതിയിൽ ഇളക്കി ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ്. ആ ഒരു ഏലക്കായുടെയും ജീരകത്തിൻ്റെയും ശർക്കരയുടെയും എല്ലാം കൂടെ നല്ല സൂപ്പർ മണമാണ് വരുന്നത് കേട്ടോ. ഇനി നമ്മുടെ കൈ നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്ത് കൊടുത്ത ശേഷം കൈ കൊണ്ട് തന്നെ ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. നല്ല ചൂടുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല ചൂട് തന്നെയുണ്ട്. ചെറിയൊരു ചൂടോട് കൂടി തന്നെ നമ്മുടെ കയ്യിൽ എത്രത്തോളം കൊള്ളുന്നോ അതിനനുസരിച്ച് ഇതെടുത്തിട്ട് ഇതേ രീതിയിലൊന്ന് ബോൾസാക്കി എടുക്കാവുന്നതാണ്. നല്ല സൂപ്പറാണ്. സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അരിയുണ്ട എന്ന് പറയുന്നത് നല്ല കട്ടിയായിരിക്കും, നമ്മുടെ പല്ല് വരെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരിയുണ്ടയാണ് നമ്മൾ റെഡിയാക്കിയേക്കുന്നത്. ഇതാ കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഒരെണ്ണം ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ബോൾസിൻ്റെ വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാ ഒന്നുകൂടി ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ അതാ കണ്ടില്ലേ, നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള നല്ല നാടൻ അരിയുണ്ടയാണ് നമ്മൾ റെഡിയാക്കിയേക്കുന്നത്. ഇത് നമുക്ക് കുറേ നാൾ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ നമ്മൾ സാധാരണ ഇപ്പോഴേ നാടൻ പലഹാരമൊന്നും ഉണ്ടാക്കി കൊടുക്കാറില്ല. ഇതുപോലെയുള്ള അരിയുണ്ടയൊക്കെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എന്നും വൈകിട്ട് ചായക്ക് സ്നാക്സ് ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റായിട്ടുള്ള നല്ല നാടൻ പലഹാരമാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതേപോലെ ഇത് ചെയ്ത് നോക്കുക. ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.